അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, കോർഡിനേഷൻ നമ്പർ, ആറ്റോമിക് പാക്കിംഗ് ഫാക്ടറാണ്. ഇപ്പോൾ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് നമുക്കറിയാം. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഒരു യൂണിറ്റ് സെല്ലുണ്ട്, ഇങ്ങനെ ഒരു യൂണിറ്റ് സെല്ലുണ്ട്. ഇതിൻ്റെ ഓൾ കോർണേഴ്സിൽ ആറ്റം ഉണ്ട് അല്ലേ? 8 കോർണേഴ്സിൽ ആറ്റം വരും. പിന്നെ ഇവിടെ വരുന്ന ആറ്റംസ് വരുന്നതിൻ്റെ ഫേസസിലാണ്. 1, 2, 3 ബാക്ക് ഫേസിലൊന്ന്, താഴെ ഒന്ന്, ഈ സൈഡിലെ ഫേസിലൊന്ന്. ടോട്ടൽ 6 ഫേസ് ആറ്റംസ് നമുക്കിതിനകത്ത് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഡിവൈഡ് ബൈ 8 പ്ലസ് നമ്പർ ഓഫ് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡ് ബൈ 2 പ്ലസ് നമ്പർ ഓഫ് ബോഡി സെൻറ്റേഡ് ആറ്റംസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കോർണർ ആറ്റംസ് ഉണ്ട് ഇവിടെ? 8 കോർണർ ആറ്റംസ്. 8 ഡിവൈഡ് ബൈ 8 പ്ലസ് എത്ര ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഉണ്ട്? ഫേസ് സെൻറ്റേഡ് ആറ്റംസ് നമുക്ക് ഇതിനകത്ത് 6 ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഉണ്ട്. 6 ഡിവൈഡ് ബൈ 2 അല്ലേ? 6 ഫേസസ് ആവുള്ള ക്യൂബിന് 6 ഫേസസ് ആവുള്ള. അപ്പോൾ 6 ഫേസ് സെൻറ്റേഡ് ആറ്റംസ് പ്ലസ് ബോഡി സെൻറ്റേഡ് ആറ്റംസ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് 1 പ്ലസ് 3 പ്ലസ് 0, ദാറ്റ് ഈസ് ടോട്ടൽ 4. സോ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 4. ഞാനിവിടെ എഴുതുവാണ്. n is equal to 4. നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? We have to identify the coordination number. Coordination number. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് വൺ ആറ്റം. അപ്പോൾ ഞാൻ കൺസിഡറേഷൻ എടുക്കുന്നത് ഈ ഒരു ആറ്റമാണ്. ഐ എം കൺസിഡറിങ് ഈ ഒരു ആറ്റത്തിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പം ഇതുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. 1, 2, 3, 4. ഞാൻ വരച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. സോ ഈ ഒരു സെയിം പ്ലെയിനിൽ 4 ആറ്റവുമായിട്ട് ഇത് കോണ്ടാക്റ്റ് ഉണ്ട്. വേറെ ഏതൊക്കെ ആറ്റംസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്? ഇവിടെ നിൽക്കുന്ന, അതായത് ഈ ഫേസ് സെൻറ്റേഡ് ആറ്റം, ഈ ഫേസ് സെൻറ്റേഡ് ആറ്റം, ബാക്കിലെ ഫേസ് സെൻറ്റേഡ് ആറ്റം, ഇവിടുത്തെ ഫേസ് സെൻറ്റേഡ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ഈ ഫേസ് ഇതിൻ്റെ പുറകിലത്തെ ഫേസ്, ഈ സൈഡിലെ ഫേസ്, ഈ 4 ഫേസ് സെൻറ്റേഡ് ആറ്റംസുമായിട്ട് ഈ ഇവിടുത്തെ ആറ്റത്തിന് കോണ്ടാക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് മുകളിലേക്ക് ഒരു യൂണിറ്റ് സെൽ ഉണ്ടാവും അല്ലേ? ഈ മുകളിലേക്കുള്ള യൂണിറ്റ് സെല്ലിൻ്റെയും ഇതുപോലെ ഫേസ് ആറ്റംസ് ഉണ്ട്. 4 ഇതുപോലെ തന്നെ 4 ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഉണ്ട്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? സോ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 4 ആറ്റംസ് ഇൻ സെയിം പ്ലെയിൻ. അതേതൊക്കെയാണ്? ഈ 4 ആറ്റംസ്. ഈ 4 ആറ്റംസ് പ്ലസ് 4 atoms in the plane below. അതായത് ഈ സെയിം യൂണിറ്റ് സെല്ലിനകത്ത് തന്നെ ഈ 4 ആറ്റംസ്, 1, 2, 3, 4 ആറ്റംസ് പ്ലസ് 4 ആറ്റംസ് ഇൻ പ്ലെയിൻ എബവ്. അതായത് ഇതിന് തൊട്ട് മുകളിലൊരു യൂണിറ്റ് സെല്ലുണ്ട്, ഇതുപോലൊരു യൂണിറ്റ് സെല്ലുണ്ടെങ്കിൽ അതിൻ്റെ ഈ 4 ഫേസ് സെൻറ്റേഡ് ആറ്റംസുമായിട്ട് ഇതിന് കോണ്ടാക്ട് ഉണ്ടാകും. സോ ദ നെറ്റ് കോർഡിനേഷൻ നമ്പർ ഈസ് 12. So for a face centered atoms the coordination number is 12. So ഇനി അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? Next we have atomic packing factor. ഇപ്പോൾ എന്തായിരുന്നു അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആറ്റംസുമായിട്ട് ഇത് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റിലുണ്ട്, എത്ര ടൈറ്റായിട്ടാണ് ആറ്റംസ് പാക്ക് ആയിട്ടിരിക്കുന്നത്, അതാണ്. സോ നമ്പർ ഓഫ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം വോളിയം ഓഫ്, ഇക്വേഷനായിട്ട് എഴുതാം വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഇൻറ്റു വോളിയം ഓഫ് 1 atom divided by volume of unit cell.
സോ ഇവിടെ n എത്ര? n നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 4 ഇൻറ്റു വോളിയം ഓഫ് വൺ ആറ്റം. ആറ്റം ഏത് ഷേപ്പിലാണ്? ആറ്റം സ്പെറിക്കൽ ഷേപ്പിലാണ്. സോ അതിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഇതൊരു ക്യൂബിക്കൽ ഷേപ്പാണ്. സോ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ക്യൂബ്. ഇതാണ് ഇതിൻ്റെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഹാവ് ടു ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ആർ. ഇപ്പം നമ്മൾ മുമ്പത്തെ കേസിൽ സിമ്പിൾ ക്യൂബിക് എടുത്തപ്പോൾ നമ്മൾ എന്ത് എടുത്തു? എ ഈസ് ഈക്വൽ ടു 2r എന്ന് എടുത്തു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ആർ. സോ ഞാനിവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതാം. 4 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡ് ബൈ എ ക്യൂബ്. സോ ഞാൻ ഇനി ഒരു ഫിഗർ വരയ്ക്കുകയാണ്. നമ്മുടെ ഫേസിൻ്റെ നമ്മുടെ യൂണിറ്റ് സെല്ലുണ്ട് ഇങ്ങനെ ആയിരിക്കുന്നത്. സോ വി ഹാവ് ആൻ ആറ്റം ഹിയർ. ഇവിടെ ഒരു ആറ്റമുണ്ട്, ഇവിടെ ഒരു ആറ്റമുണ്ട്, ഇവിടെ ഒരു ആറ്റമുണ്ട്. ഫേസ് ആൻഡ് ഫ്രണ്ടിൽ ഒരു ആറ്റമുണ്ട്. ഞാൻ ഇത് മാത്രം, ഇതിൻ്റെ ഈ ഫ്രണ്ട് ഫേസ് മാത്രം ഞാൻ ഇങ്ങോട്ട് സെപ്പറേറ്റ് എടുത്ത് വരയ്ക്കുക. സോ നമുക്ക് ഫ്രണ്ട് ഫേസ് മാത്രമാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ആറ്റമുണ്ട്, ഇവിടെ ഒരു ആറ്റമുണ്ട്, ഓവർലാപ്പ് ചെയ്യത്തില്ല. ഇവിടെ ഒരു ആറ്റമുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ആറ്റമുണ്ട് അല്ലേ? ഈ രീതിയിലാണ് നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചർ വരുന്നത്. സോ ഞാനിതിനെ ഒന്ന് നെയിം ചെയ്യുകയാണ്. PRQ. ഇങ്ങനെ PRQ. ഞാനൊരു ലൈൻ ഇട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. ഒരു ഡോട്ടർ ലൈൻ വെച്ച് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു സൈഡ് ഇതാണ് PQ and R. അങ്ങനെയാണ് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. കാരണം യൂണിറ്റ് സെല്ലിന് ഒരു സൈഡിന് എ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ദിസ് ഈസ് എ. ഇതെന്ന് പറയുന്നതും എ ആയിരിക്കും അല്ലേ? ക്യൂബിക് ഷേപ്പാണ്. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് PR കണ്ടുപിടിക്കും. PR എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പിയർ ആണ്. സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് R. ഇത് രണ്ടെണ്ണം ഉണ്ട്. സോ ഇത് 2R വരും. ഇവിടം വരെ R, ഇവിടം വരെ R. സോ 2R. ദിസ് ഈസ് R. സോ ടോട്ടൽ ഇത് എത്ര വരും? PR എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? PR എന്ന് പറയുന്നത് 4R ആയിരിക്കും. സോ ഇനി നമ്മളുടെ റൈറ്റ് ആംഗിൾ റൂൾ അപ്ലൈ ചെയ്യാണ്. PR² is equal to PQ² plus QR² എന്ന് അപ്ലൈ ചെയ്യുന്നു. സോ PRൻ്റെ വാല്യൂ എത്ര? 4R the whole square is equal to PQ, that is A² plus A². അതായത് 4R the whole square is equal to 2A whole square. അല്ലാന്നെങ്കിൽ എഴുതാം A² is equal to 4R the whole square divided by 2 അല്ലേ? A is equal to 4R the whole square divided by 2ൻ്റെ റൂട്ട് ആയിരിക്കും. അതായത് 4R divided by √2. ഇതായിരിക്കും നമുക്ക് എയുടെ വാല്യൂ കിട്ടുന്നത്. A is equal to 4R divided by √2. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈക്വൽ ടു 4 ഇൻറ്റു 4/3 പൈ R³ ഡിവൈഡ് ബൈ എയ്ക്ക് പകരം 4R ഡിവൈഡ് ബൈ √2 ദ ഹോൾ ക്യൂബ്. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. വിൽ ഗെറ്റ് അറൗണ്ട് 0.74 എന്നായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ വരുന്നത്. 0.74. ഇതിൻ്റെ അർത്ഥം എന്താ? 74% ഈസ് ഫിൽഡ് വിത്ത് ആറ്റംസ്. 74% ആറ്റംസുമായിട്ട് ഫില്ല് ആയിട്ടിരിക്കുകയാണ്. ബാക്കി 26% വേക്കൻ്റ് ആണ്. 26% വേക്കൻ്റ് അല്ലെങ്കിൽ വോയിഡ്സ് ആണ്.
74% completely filled with atoms. That's atomic packing factor. We can see a face-centered cubic structure figure here. We have atoms at every corners as well as atoms on every faces. Now, what is number of atoms in a unit cell? In the figure we can see there are 8 corner atoms. So we are putting NC divided by 8 as 8 by 8, and we have 6 face-centered atoms on the 6 faces of the cube and no body-centered atoms. So we get 8 by 8 plus 6 by 2 plus 0, total 4. So we have coordination number as the number of atoms directly in contact with another atom. Consider the atom at the top face, that is the atom that I have marked with a red arrow. So looking at the atom, we can see it is in contact with 4 neighboring atoms in the same plane. Also we can see that the atoms that I have marked with blue arrow, there are 4 face-centered atoms in the bottom plane. So the atom in the top plane is in contact with the atoms to the bottom plane, the 4 face-centered atoms in the bottom plane, as well as if we are having another unit cell in the plane above, that will be in contact with another 4 atoms in the faces. So in total there are 4, considering the face-centered atom at the top, there are 4 atoms directly in contact in the same plane, as well as 4 atoms each in the plane top and bottom. So the coordination number is taken as 12. Atomic packing factor gives the tightness inside a lattice point or inside a unit cell. So consider the figure 3. There we can see that we have taken 3 atoms on the face. So we have named that as PQ and R. PQ is A, QR is A, and to find PR we can see that there are 3 spherical atoms, each having a radius of R. So the first atom in the corner, it's having a radius R. Another in the atom in the center is having 2R, and the top corner atom is having radius R. So total PR will be 4R. So taking a triangle PQR, we will get the value relationship between A and R, as I have explained earlier. So we will get A as 4R divided by root 2. Substituting those values in the atomic packing factor equation, we will get the atomic packing factor as 0.74, or we can know it means that 74% is filled with atoms and other 26% is void. Next we have body centered cubic structure. Body centered cubic structure നമ്മൾ പഠിച്ചു. എന്താണ് body centered എന്ന് പറഞ്ഞാൽ? We have a unit cell. We have atoms at the each corners. എല്ലാ കോർണേഴ്സിലും ആറ്റം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആറ്റം വരുന്നത്, പിന്നെ ഒരു ആറ്റം വരുന്നത് ബോഡിയുടെ സെൻറ്ററിലാണ്, ഫേസിലല്ല, വിത്തിൻ ദ ബോഡി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ എഴുതാം. നമ്മളെപ്പോൾ ചെയ്താലും ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. സോ NC divided by 8 plus NF divided by 6, NF divided by 2 plus NB. എത്ര കോർണർ ആറ്റംസ് ഉണ്ട്? 8. 8 divided by 8 plus face centered atoms ഒന്നുമില്ല. So we have 0 plus 1 body centered atoms. That is 1 plus 0 plus 1. That is total 2. So we can write here N is equal to 2. ഞാനിവിടെ എഴുതിയാൽ നമുക്കിത് ഇനി ആവശ്യം വരുന്നതുകൊണ്ടാണ് ഞാനിവിടെ മാറ്റി എഴുതിയത്. So we have the value of N is equal to 2. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? Next we have to find out the coordination number. Coordination number എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Number of atoms directly in contact with one atom. So ഞാനിവിടെ ഈ ഒരു body centered atomത്തിന് എടുക്കുകയാണ്. Considering the body centered atom. Body centered atomത്തിന് എടുക്കുകയാണെങ്കിൽ ഇത് എത്ര ആറ്റമുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്? 1, 2, 3, 4. അതായത് തൊട്ട് മുകളിലത്തെ പ്ലെയിനിലെ 4 ആറ്റവുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. തൊട്ട് താഴത്തെ 4 ആറ്റവുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. 4 atoms
in plane above plus 4 atoms in plane below. അങ്ങനെയാണ് കോർഡിനേഷൻ നമ്പർ എത്ര വരും? We have the coordination number as 8. ഒരു കാരണവശാലും നമുക്ക് വാല്യൂ അറിയാവുന്നുണ്ടെങ്കിലും കോർഡിനേഷൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി എഴുതില്ല, ഫിഗർ വരയ്ക്കാം. ഇതുപോലെ തന്നെ എത്ര ആറ്റംസ് എബോവ് ഉണ്ട്, എത്ര ആറ്റംസ് ബിലോ ഉണ്ട്, സെയിം പ്ലെയിനിൽ എത്ര ആറ്റംസ് ഉണ്ട്, ഇത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് വേണം കോർഡിനേഷൻ നമ്പർ എഴുതാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. So next we have to identify atomic packing factor. So നമുക്ക് ഇക്വേഷൻ എഴുതാം. Number of and volume of atoms in unit cell divided by volume of unit cell. അതായത് n into അതായത് number of atoms in unit cell into volume of one atom divided by volume of unit cell. എന്താ n എത്ര? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വാല്യൂ എത്ര? n is 2 into 4/3 pi r cube divided by a cube. ഇതാണ് നമ്മുടെ വാല്യൂ വരുന്നത്. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ a and r. സോ അത് നമുക്ക് ഇനി അത് അടുത്ത് കണ്ടുപിടിക്കാം. So we have APF is equal to 2 into 4/3 pi r cube divided by a cube. ഇതാണ് നമ്മുടെ ഉള്ള വാല്യൂ. സോ ഞാനിവിടെ ഒരു ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ ഫിഗർ വരച്ചിട്ടുണ്ട്. വി ഹാവ് ആൻ കോർണർ ആറ്റംസ് ആൻഡ് ബോഡി സെൻറ്റേർഡ് ആറ്റംസ്. ഞാൻ ഇവിടുത്തെ എല്ലാ കോർണർ ആറ്റംസും പ്ലോട്ട് ചെയ്തിട്ടില്ല. സോ ഇവിടെ ഒരു കോർണർ ആറ്റം 1, 2, 3, 4 ഇവിടെയും കോർണർ ആറ്റംസ് ഉണ്ട്, അത് പ്ലോട്ട് ചെയ്തിട്ടില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ വി ഹാവ് എ ബോഡി സെൻറ്റേർഡ് ആറ്റം. ഞാനിപ്പോൾ എയും ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഫിഗർ വരച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഞാനിത് നെയിം ചെയ്യുകയാണ് PQRS. ഇപ്പോൾ PS എന്ന് പറയുന്നത് വി ഹാവ് SRA ആണ്, QRA ആണ്. സോ കൺസിഡറിങ് വി ഹാവ് ടു കൺസിഡർ ട്രയാങ്കിൾ PQR എന്ന ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുക. അതായത് ഏതാ ട്രയാങ്കിൾ വരുന്നത്? ട്രയാങ്കിൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ വന്ന് നേരെ ഇത് ഡയഗണലി താഴത്തെ ഫേസിൻ്റെ ഡയഗണലി വരുന്ന ഈ ഒരു ട്രയാങ്കിളിനെയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇവിടുന്ന് ബോഡി സെൻറ്റേർഡ് ആറ്റത്തിനെ കണക്ട് ചെയ്ത് ഈ കോർണർ ആറ്റം തൊട്ട് ബാക്കിലെ കോർണർ ആറ്റം വരെ പോകുന്നു. അവിടുന്ന് ബാക്കിലെ ഫേസ് ലൈനിൽ കൂടെ താഴേക്ക് വരുന്നു. ഇവിടുന്ന് താഴത്തെ ഫേസിനെ ഡയഗണലായിട്ട് ഉള്ള ലൈൻ PR. സോ ഇതാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്ന ട്രയാങ്കിൾ PQR. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം വി ഹാവ് നമ്മൾ റൈറ്റ് ആംഗിൾ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അവിടെ PQ² ഈസ് ഈക്വൽ ടു PR² പ്ലസ് QR² അല്ലേ? സോ PQ² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? PQ² എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4R ദ ഹോൾ സ്ക്വയർ. നോക്കാം, ഇവിടെ ഒരു R ഉണ്ട്, ഇതിൻ്റെ 2R പ്ലസ് ഇതിൻ്റെ ഒരു R, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ. സോ വി ഹാവ് 4R ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു PR നമുക്ക് അറിയത്തില്ല. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ PR². അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് QR² എന്നത് A² ആണ് അല്ലേ? സോ ഇനി PR² കണ്ടുപിടിക്കണം. PR² കണ്ടുപിടിക്കണമെങ്കിൽ മറ്റൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ PSR. അതായത് ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വന്ന് ഈ ഫേസിൽ കൂടി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നത് ബോട്ടം ഫേസിലെ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് നോക്കുവാണെങ്കിൽ PR² ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? PS² പ്ലസ് SR². അപ്പോൾ PS² എന്ന് പറയുന്നത് നമുക്കറിയാം A² പ്ലസ് PR² S² എന്ന് പറയുന്നത് A² വിച്ച് ഈക്വൽ ടു 2A² ആണ് PR² എന്ന് പറയുന്നത്. ഈ വാല്യൂവിനെ നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? 4R ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു PR² എന്ത് കിട്ടും? 2A² 2A ഹോൾ സ്ക്വയർ അല്ല 2A² പ്ലസ് A² ഇറ്റ് ഈസ് 3
a square എന്ന് കിട്ടും. സോ ഇതിനകത്ത് a square is equal to 4r the whole square divided by 3 അല്ലെങ്കിൽ a is ഇവിടെ a എന്ന് പറയുന്നത് എന്തായിരിക്കും 4r divided by root 3. We got a is equal to 4r divided by root 3. So ഞാൻ ഒന്നുകൂടെ മായ്ക്കാണ്. So we got a is equal to 4r divided by root 3. ഇങ്ങനെ കിട്ടി. സോ നമുക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? APF is equal to 2 into 4 by 3 pi r cube divided by 4r by the root 3 the whole cube. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ക്യൂബും തമ്മിൽ ക്യാൻസൽ ആവും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ വാല്യൂ ഈക്വൽ ടു 0.68 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 68% ആണ് ഇതിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, അല്ലെങ്കിൽ 68% ഈസ് ഫിൽഡ് വിത്ത് ആറ്റംസ് ആൻഡ് ദ റെസ്റ്റ് 32% ആർ voids. ഇതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ എ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. Here we have a body centered cubic structure where we have atoms at every corners and an atom at the center of the body. So to find out the number of atoms in unit cell, we have the equation Nc divided by 8 plus Nf by 2 plus Nb. We have 8 corner atoms, we have no face centered atoms and only one body centered atom. So the number of atoms per unit cell is 2. To find the coordination number, consider the body centered atom. In the second figure we can see we have a body centered atom. It is directly in contact with 4 atoms in the plane above and 4 atoms in the plane below. So the coordination number is 8. To find the atomic packing factor of a BCC structure, consider the figure 3, the third figure. There we can consider the triangle PQR. That means in the second figure we can see it touches the corner atom in the bottom to the top corner atom through the body centered atom. So that is PQ, the distance PQ. So we have the distance PQ as 4r as taken earlier. QR is A and PR it's unknown. To find PR we can consider triangle PRS or PSR. There PS is A and SR is A. So you can find the triangle PR as root 3A. So the relation between A and R is taken as A is equal to 4R divided by root 3. And substituting the values we get atomic packing factor as 0.68 or 68% it is filled with atoms.